സങ്കീർത്തനം 3. പ്രതിസന്ധികളിലെ പ്രത്യാശ. ദൈവത്തിന് സ്തുതി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരാണല്ലേ. ആ സമയത്ത് നമ്മുടെ ചുറ്റുമുള്ളവർ പോലും നമ്മളെ ഉപേക്ഷിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാറുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ദാവീദ് രാജാവ് എഴുതിയതാണ് ഈ 3-ാം സങ്കീർത്തനം. യഹോവേ, എൻ്റെ പീഡകർ എത്ര വർദ്ധിച്ചിരിക്കുന്നു, എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവർ അനേകർ. എനിക്ക് ദൈവത്തിൻ്റെ പക്കൽ രക്ഷയില്ല എന്നും എൻ്റെ പ്രാണനെക്കുറിച്ച് പറയുന്നവർ അനേകർ. സങ്കീർത്തനം 3:1 മുതൽ 2 വരെയുള്ള വാചകങ്ങൾ ഇങ്ങനെയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഞാൻ ഒരു കൊച്ചു കഥ പറഞ്ഞോളട്ടെ. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. കടൽ വല്ലാതിരമ്പുകയും തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു. ആകെ ഇരുട്ടും ഭയവും നിറഞ്ഞ അന്തരീക്ഷം. കുട്ടി പേടിച്ച് വിറച്ചുകൊണ്ട് അച്ഛൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. അച്ഛൻ മകനെ ചേർത്ത് പിടിച്ചു ശാന്തമായ തിരമാലകളെ നോക്കി നിന്നു. എന്നിട്ട് കുട്ടി ചോദിച്ചു, അച്ഛാ, ഈ കടലിൻ്റെ ഇരമ്പൽ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു, അച്ഛന് ഭയമില്ലേ? അച്ഛൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, മോനെ, പേടിക്കണ്ട, കടലിനേക്കാളും വലിയ ശക്തിയല്ലേ എൻ്റെ കൈകളിൽ ഉള്ളത്. ആ അച്ഛൻ്റെ വിശ്വാസം, അച്ഛനോട് ദൈവത്തിലുള്ള വിശ്വാസം. ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഒന്നും സംഭവിക്കുകയില്ല. ഈ അച്ഛൻ ഒരു ദൈവത്തെപ്പോലെ തന്നെയാണ്. സ്വന്തം മകനെ ചേർത്ത് പിടിക്കുന്ന പോലെയാണ് നമ്മുടെ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. ദാവീദിൻ്റെ ശത്രുക്കൾ പെരുകിയപ്പോൾ അവൻ ഭയപ്പെട്ടില്ല, പകരം ദൈവത്തോട് നിലവിളിച്ചു. കാരണം തനിക്ക് രക്ഷ ലഭിക്കുന്ന ആളുകളിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. സങ്കീർത്തനം 3 നമുക്ക് നൽകുന്ന ആശ്വാസകരമായ പാഠങ്ങൾ ഇവയൊക്കെയാണ്. 1. തുറന്ന് പറയുക. ദാവീദ് തൻ്റെ വേദന മറച്ചു വെച്ചില്ല, ദൈവത്തോട് നേരിട്ട് സംസാരിച്ചു. പ്രാർത്ഥന എന്നത് ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറക്കുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കൂ, സംസാരിക്കൂ. ദൈവം നമുക്ക് ചുറ്റുമുള്ളൊരു പരിചയമാണ്. എന്നാൽ യഹോവേ, നീ എനിക്ക് ചുറ്റുമുള്ള പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർന്നവനും ആകുന്നു. വാക്യം 3 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റും ഉയർന്ന പ്രശ്നങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം. സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നെഴുന്നേറ്റു. വാക്യം 5. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠപ്പെടുന്നതിന് പകരം ദൈവം എന്നെ താങ്ങുന്നു എന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ ആരൊക്കെ നിങ്ങൾക്ക് എതിരായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഓർക്കുക, ദൈവം നിങ്ങളുടെ പരിചയമാണ്. അവൻ നിങ്ങളുടെ തല ഉയർത്തുന്നവനാണ്. ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാം, ദൈവം കൂടിയുണ്ടെങ്കിൽ ആർക്കും എന്നെ എതിർക്കാൻ കഴിയും. നമുക്ക് മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിലും തളരാതെ നിൻ്റെ കരുതലിനെ മാത്രം നോക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ എന്ന് നമുക്കെന്നും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.